നമസ്കാരം. ഈ വർഷം നമ്മൾ മുസ്ലിം ലീഗിൽ നിന്നാണ് വിപ്ലവ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിന് ഈ വർഷം ആദ്യമായിട്ട് വനിതാ MLA ഉണ്ടാകും. 4 പേരെയെങ്കിലും മത്സരിപ്പിക്കും എന്നാണ് പിന്നാമ്പുറത്ത് കേൾക്കുന്ന വാർത്ത. ഒന്ന് ജയന്തി രാജൻ, 2 സുഹറ മമ്പാട്. ഈ 2 പേരെയും ഏതാണ്ട് മത്സരിപ്പിക്കാനായിട്ട് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി 2 പേരെയും കൂടി ഇതിൻ്റെ കൂടെ മത്സരിപ്പിച്ചേക്കും എന്ന് പറയുന്ന ഒരു റൂമർ നിലവിലുണ്ട്. എന്തായാലും 2 MLA-മാർ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിട്ട് അടുത്ത നിയമസഭയിലുണ്ടാകും എന്നാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങൾ പറയുന്നത്. ജയന്തി രാജനെ പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയും എന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. കാരണം ഈ വർഷത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് ചാപ്പയടിക്കുന്ന തരത്തിലുള്ളതാണ്. മുൻപ് മുസ്ലിം ലീഗിന് കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അത് ഒരു ഷോക്ക് അബ്സോർബറെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതാണ്. മുസ്ലിം തീവ്രവാദം ശക്തി പ്രാപിക്കുന്ന സമയത്ത് അതിനെ മയപ്പെടുത്താനും മുസ്ലിം സമുദായത്തെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെയും മുഖ്യധാരാ ജീവിതത്തിൻ്റെയും ഭാഗമാക്കി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതായിരുന്നു അതിന് നേരത്തെ നേടാൻ കഴിഞ്ഞിരുന്ന ഒരു പ്രതിച്ഛായ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർഷം അതിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. കാരണം മുസ്ലിം ലീഗ് അടങ്ങുന്നതായിട്ടുള്ള UDF-ൻ്റെ മുന്നണിക്കകത്ത് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ SDP-യും എല്ലാം കടന്നു കയറി അത് ഒരു വർഗീയ സംഘമായി വർഗീയ കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വർത്തമാനത്തിനോ പ്രചാരണത്തിനോ അല്ലെങ്കിൽ പ്രചരണ കോലാഹലത്തിനോ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളരെ ശക്തമായ തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് അതിശക്തമായിട്ടുള്ള മതേതര സ്വഭാവത്തോടു കൂടിയാണ്. അതൊന്നുകൂടി സാക്ഷ്യപ്പെടുത്താനായിട്ട് മറ്റൊരു പേര് കൂടി മുസ്ലിം ലീഗിനുണ്ട്, സ്ത്രീ വിരുദ്ധ പാർട്ടി എന്ന് പറയുന്നതാണ്. അപ്പോൾ മുസ്ലിം വർഗീയതയുടെ പാർട്ടി എന്നും സ്ത്രീവിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന ഈ 2 സാധനത്തിൻ്റെയും കഴുത്ത് വെട്ടുക എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള മുസ്ലിം ലീഗ് ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈ വർഷം ഉറപ്പായും 2 MLA-മാർ മുസ്ലിം സ്ത്രീകൾ എന്ന നിലയ്ക്ക് ഇവിടെ ഉണ്ടാകും.